പി എം ശ്രീക്കായി പിൻവാതിൽ എന്ന് ഉള്ള ഒരു വാർത്ത നമ്മുടെ മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കാണാനിടയായി. വളരെ രസകരമായി തോന്നി ആ വാർത്ത. കാരണം പി എം ശ്രീ ആയതുകൊണ്ട് അത് ഒരു കാരണവശാലും ഞങ്ങൾ എടുക്കത്തില്ല, ഇവിടെ കേരളത്തിൽ കയറ്റുകയില്ല എന്ന് പറഞ്ഞു. തമിഴ്നാട് കയറ്റത്തില്ല എന്നവർ പറഞ്ഞു. അവരത് കോടതി പോയി ഓർഡർ വാങ്ങിച്ചു, തമിഴ്നാട് ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ ഇത് കയറ്റുന്നില്ല. അപ്പോൾ ഒരു 1200 കോടി രൂപ ഇതിന് സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും. അവിടെ അവരുടെ അതായത് ഈ BJPയുടെ തത്വങ്ങളും കേട്ടോ, അതുപോലെ തന്നെ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങളും എല്ലാം വിളിച്ചോതാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. NEP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അത് പലയിടത്തും നടപ്പാക്കണം. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾക്ക് വെച്ച് ഈ ധനസഹായം ഇതിനു വേണ്ടി കൊടുക്കും. 2 സ്കൂളുകൾ അങ്ങനെ ആക്കണമെന്നുള്ളതാണ്. അപ്പോൾ PM ശ്രീ ഇത് വന്ന ഉടനെ എന്തെന്നറിയാം, ഇതിൻ്റെ അപകട സാധ്യത മനസ്സിലാക്കിയിട്ട് CPI ഇതിനെ നഖശികാന്തം എതിർത്തു. ഇത് കേരളത്തിൽ വേണ്ട, ബാക്കി എവിടെങ്കിലും ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോടതി പോകണം. അപ്പോൾ കോടതി പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വേണ്ട. അപ്പോൾ 1200 കോടി രൂപയാണ്. അപ്പോൾ സർക്കാർ ഇങ്ങനെ ധനസ്ഥിതി മോശമാണ്, സാമ്പത്തിക സ്ഥിതി മോശമായപ്പോൾ ഈ 1200 കോടി രൂപ കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതങ്ങ് സമ്മതിച്ചാൽ മതി. അപ്പോൾ ഇത് അങ്ങനെ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ CPI എതിർത്തു, ചർച്ചയ്ക്ക് വന്നപ്പോൾ അത് നടക്കുകയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ മന്ത്രിസഭയിൽ ഇത് ചർച്ച ചെയ്താൽ ഇത് പ്രശ്നമാവും. അതുപോലെ ഇടത് മുന്നണിയിൽ ചർച്ച ചെയ്താലും പ്രശ്നമാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോളിസി ഡിസിഷൻ എടുക്കുന്നതിന് പതുക്കെ നമ്മുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ ചേർന്ന്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൂടെ ചേർന്ന് ഒരു തീരുമാനം അങ്ങ് എടുത്തു. ഇത് ഉദ്യോഗസ്ഥരെടുത്ത് ഇതങ്ങ് നടത്താൻ പറയാം. മനസ്സിലായില്ലേ? ഇവരാരും അറിഞ്ഞല്ല, ഉദ്യോഗസ്ഥർ നടത്തുന്നതാണ്. എല്ലാ ഉദ്യോഗസ്ഥരെ തലയിടാമല്ലോ. ഇപ്പം എന്ത് അനാവശ്യവും കാണിച്ചതിന് ശേഷം ഈ രാഷ്ട്രീയക്കാരനെ തലയൂരാൻ പറ്റുന്ന ഒരു മാർഗമാണ്. ഞങ്ങളറിഞ്ഞൊന്നുമല്ല, അത് ഉദ്യോഗസ്ഥർ ചെയ്തതാണ്. സ്കൂളിൻ്റെ ഉദ്യോഗസ്ഥർക്ക് ഇതെങ്ങനെ നടപ്പാക്കാൻ പറ്റും? അപ്പോൾ ഈ രീതിയിലുള്ള ഒരു താല്പര്യം. ഇപ്പം എങ്ങനെയെങ്കിലും 1200 കോടി രൂപ വാങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് പുട്ടടിക്കാനാണ്. ഇത് ഇലക്ഷനൊക്കെ അടുത്തു. ഏതെങ്കിലും വിധത്തിൽ ഇപ്പം നമ്മൾ കടുംവെട്ടെന്ന് പറയത്തില്ല, കടുംവെട്ടെന്ന് പറയുന്നേ ഈ റബ്ബർ ഉണ്ടല്ലോ, റബ്ബർ അങ്ങോട്ട് വളർന്ന് നമ്മൾ റബ്ബർ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നല്ലതായിട്ടത് ടാപ്പ് ചെയ്തില്ലെങ്കിൽ അതിന് കായം വീഴുമെന്ന് പറയുന്ന ഒരു ഇടപാടുണ്ട്. ഈ ഉണ്ട പോലെ ആ തൊലിപ്പുറത്ത് ഇത് വരും, പിന്നെ അവിടെ അത് വെട്ടാൻ പറ്റത്തില്ല. അങ്ങനെ ആയി കഴിയുമ്പോൾ അവസാനം ഈ കടുംവെട്ടെന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് സ്ലോട്ടർ ടാപ്പിംഗ് എന്ന് അത് ഇംഗ്ലീഷ് പറയും, മലയാളത്തിൽ നമ്മൾ കടുംവെട്ടെന്ന് പറയും. സ്ലോട്ടർ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ മരം മുറിച്ച് മാറ്റുന്നതിന് മുന്നോടിയായിട്ട് ഈ റബ്ബറിൻ്റെ ഇതൊക്കെ ഊറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് 2 തരത്തിലത് ടാപ്പ് ചെയ്യും. ഒന്ന് സാധാരണ പോലെ ഈ കുത്തി കീറി ടാപ്പ് ചെയ്യും. പിന്നെ മറ്റത് ഈ മോഡിൽ കമത്തെന്ന് പറയും. അതായത് വേറെ ടാപ്പിംഗ് ഉണ്ട്. കമത്തായാലും മലത്തായാലും റബ്ബറിൻ്റെ പാല് കിട്ടണം, അതാണ് വേണ്ടത്. അപ്പോൾ ഈ പരിപാടി അങ്ങ് ചെയ്യും. ആ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ കടുംവെട്ട് വെട്ടുകയാണ്, കടുംവെട്ട് വെട്ടാൻ പോവുകയാണ്. കടുംവെട്ടെന്ന് പറയുന്നത് മലത്തും കമത്തും എല്ലാം കൂടെ ചേർന്നുള്ള വെട്ടാണ് ഇപ്പോൾ ഈ വെട്ടാൻ പോകുന്നത്. കാരണം ഇവിടെ NEP ആയാലെന്താ, PM ശ്രീ ആയാലെന്താ, ഇവിടെ 1200 കോടി രൂപ കിട്ടണം. അത് തടഞ്ഞു വെച്ചേക്കുന്ന പൈസ ഇനി വാങ്ങണം, തീർന്നു. ഏത് വിധത്തിലും പണം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ അടുത്ത സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയൊക്കെ ഡൽഹി പോയി സന്ദർശിച്ചു. അത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അഭ്യൂഹം ഇതാണെന്നാണ് മാതൃഭൂമി പറയുന്നത്. ഇങ്ങനെ ആയിരിക്കാം, ഇതാണ് കാര്യം എന്നുള്ളത്. ഏതായാലും അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളിതിനൊക്കെ റെഡിയാണ്, നിങ്ങളുടെ അവതാരങ്ങളൊക്കെ ഞങ്ങൾ വാഴ്ത്തിക്കൊള്ളാം, അങ്ങനെ വാഴ്ത്താൻ ഞങ്ങൾ സ്കൂളുകളിലെല്ലാം വേണ്ട നടപടി ചെയ്തോളാം. PM കെയർ ആയാലും, അതായത് PM ശ്രീ ആയാലും, അതുപോലെ തന്നെ NEP ആയാലും ഞങ്ങൾ ഏറ്റു, എല്ലാം റെഡിയാക്കിയേക്കാം, ഒരു കുഴപ്പവും ഞങ്ങൾക്കില്ല, ഒരു വിരോധവും ഇല്ല. സ്റ്റാലിൻ ഗവൺമെൻറ് പോലല്ല ഞങ്ങളുടെ ഗവൺമെൻറ്, ഞങ്ങളിതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തോളാം, ആ പൈസ ഇഞ്ച കിട്ടണം. കാരണം ഇത് വാങ്ങിച്ച് തിന്നാനുള്ള പരിപാടിയാണ് കേട്ടോ. വേറെ ബാക്കി സ്രോതസ്സുകളൊക്കെ ഒരുമാതിരി അടഞ്ഞു. അപ്പോൾ ഇത് ഇനി 1200 കോടി രൂപ കിട്ടണം.
അതിൽ നിന്ന് നല്ലൊരു തുക അടിച്ചു മാറ്റാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഒന്ന് ഇത്. ഇനി ഇത് മാത്രമല്ല, ഇതിനകത്ത് വളരെ അതിശയകരമായ മറ്റൊരു കാര്യം കൂടെ ഞാൻ 2 ദിവസം മുമ്പ് കണ്ടു. അതായത് അമിത് ഷാ, നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് നമ്മുടെ മുഖ്യമന്ത്രി ഒരപേക്ഷ നടത്തി. എന്താണെന്നറിയോ, ഇവിടെ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് ഇവിടെ രൂപ അനുവദിക്കുമായിരുന്നു കേട്ടോ. ആ രൂപ അനുവദിച്ചുകൊണ്ടിരുന്നു. എല്ലാ വർഷവും ആ രൂപ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് കോടിക്കണക്കിന് രൂപ ഉണ്ട്. ആ രൂപ ഇങ്ങനെ കിട്ടും. പല സംസ്ഥാനങ്ങൾക്കും മാവോയിസ്റ്റ് വേട്ടയ്ക്ക് ഇത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുള്ള ജില്ലകളായിട്ട് കണക്കാക്കിയിരിക്കുന്നത് ഒന്ന് കണ്ണൂർ ജില്ല കേട്ടോ. കണ്ണൂർ ജില്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു കേന്ദ്രമാണ് എന്നുള്ളതാണല്ലോ വൈപ്പ്. അവിടെ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട്. അതുപോലെ കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇതുള്ളതാണ്. അപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പലയിടത്തും പോയി വെടിവെച്ച് കൊന്നിട്ടുണ്ട്. മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ് നടന്നു പോയാൽ ഈ പിച്ചക്കാരായിട്ട് നടക്കുന്നവരാണ് പലതും. അവന്മാരെയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ഇച്ചിരി പച്ചരി ചോറ് വെച്ച് കുറേ മഞ്ഞളും ചേർത്ത് കഴിക്കും. അവരെയൊക്കെ എവിടെ കണ്ടാലും വെടിവെച്ച് കൊല്ലുകയാണ്. അതാണ് രീതി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൗരന്മാരായിട്ട് അവരെ ഗണിക്കാറില്ല നമ്മൾ ഇന്ത്യ. കാരണം എന്തെന്നറിയോ, ഇവന്മാർക്ക് അവകാശങ്ങളൊന്നുമില്ല. ഈ ഇത് പൗരന്മാരല്ല, അവർ വെറും വ്യക്തികളാണ്. മാത്രമല്ല അവർ ടെററിസ്റ്റുകളാണ്. ടെററിസ്റ്റിനെ ആയാൽ കാണുന്നിടത്ത് വെച്ച് ഷൂട്ട് അറ്റ് സൈറ്റ് അല്ലേ. ഏത് നിയമം അനുസരിച്ചാണ് ഇവർ ചെയ്യുന്നത്? ഈ മാവോയിസ്റ്റുകളെന്ന് പറയപ്പെടുന്ന ആളുകളെ എന്ത് നിയമം അനുസരിച്ചാണ് ഈ കാണുമ്പോൾ വെടിവെച്ച് കൊല്ലുന്നത്? അവർക്ക് വിചാരണയില്ല, ഒന്നുമില്ല. അവരെ ആരും വിചാരണ നടത്തുന്നില്ല. അവർക്ക് നീതിന്യായ കോടതികളില്ല, അന്യമാണ്. അവർക്ക് നീതിന്യായ വ്യവസ്ഥകളില്ല, അതൊക്കെ അവർക്ക് അന്യമാണ്. അവരെ പൗരന്മാരായിട്ട് പോലും ഗണിക്കാതാണ് അവരെ കാണുന്നിടത്ത് വെച്ച് വെടിവെക്കുന്നത്. ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലും. അവസാനം നോക്കുമ്പോൾ എന്താ, അവർ തിരിച്ച് ഇങ്ങോട്ട് ആദ്യം പോലീസിനെ അവരുടെ ആക്രമിക്കാനൊന്നും ഒരു കുന്തവും ഇല്ല, ഒന്നുമില്ല. പാവങ്ങളാണ്. അവരെ ഈ വെടിവെച്ചു. അതിന് ഞാൻ ഒരുപാട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ഭീകരവാദം എന്ന് പറയുന്നത് ഏത് വർഗത്തിൻ്റെ ആയാലും, അത് ഷെഡ്യൂൾ ട്രൈബിൻ്റെ ആയാലും ആരുടെ ആയാലും ശരി, ഭീകരവാദം എന്ന് പറയുന്നത് ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഭീകരവാദം തന്നെയാണ്, ഞാനും സമ്മതിക്കുന്നു. പക്ഷേ അവരെ പിടികൂടി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് പകരം അവരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഷൂട്ട് അറ്റ് സൈറ്റാണ്. നമ്മൾ കണ്ടാൽ ഉടനെ വെടിവെക്കുകയാണ്. എന്താന്ന് പോലും അറിയുന്നില്ല, അവർ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ എത്ര പേരെ കൊന്നു? അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ രണ്ടും മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമില്ല എന്നവരങ്ങ് തിരിച്ചറിയുന്നു. കേന്ദ്ര ഗവൺമെൻറ് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതാണ്. കണ്ണൂർ ജില്ലയിലും വയനാട് ജില്ലയിലും മാവോയിസ്റ്റിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. കാരണം ഇവിടെ ഉള്ളതിനെയൊക്കെ കൊന്നു, ഇനിയില്ല. അതുകൊണ്ട് ഈ പണം കൊടുക്കണ്ട. ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയുള്ള പണമുണ്ടല്ലോ, ഒരു വലിയ തുകകളാണ്, കോടികൾ എണ്ണി കൊടുക്കും. അത് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. അപ്പം അത് കേരളത്തിന് വേണം എന്നാവശ്യപ്പെടുകയാണ് നമ്മുടെ ബഹുമുഖ്യമന്ത്രി. ഇവരൊക്കെ എന്തോ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നതാണോ ഇത്? ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ CPM കാരനാണോ? CPMൻ്റെയൊക്കെ പ്രഖ്യാപിത നയം എന്താണ്? ഈ മാവോയിസ്റ്റുകളെ കാണുന്നിടത്ത് വെച്ച് വെടിവെച്ചില്ല എന്നുള്ളതാണോ? ഇതിനെതിരെ സംസാരിച്ചിട്ടുള്ളവരല്ലേ ഇവരിപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? ആ കാശ് കിട്ടണം, ആ പണം. അതുകൊണ്ട് ആരെ കൊന്നാലും പണം മതി എന്നൊരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റാണ്, തികച്ചും തെറ്റാണ്. ഈ പണം വേണ്ടെന്ന് വെക്കണം. ഇവിടെ മാവോയിസ്റ്റുകളെന്നും പറഞ്ഞ് ആരെയും വെടിവെച്ച് കൊല്ലരുത്. നിങ്ങൾ പണം വാങ്ങിയാൽ മാത്രമല്ല നിങ്ങൾക്ക് ബാധ്യതയുള്ളൂ. പണം വാങ്ങിയില്ലെങ്കിൽ ഇവിടെ മാവോയിസ്റ്റ് വേട്ട എന്ന് പറയുന്ന ഒരെണ്ണം ഇല്ലല്ലോ. മാവോയിസ്റ്റുകളായിട്ട് ആരെങ്കിലും കണ്ടാൽ അവരെ അറസ്റ്റ് ചെയ്യണം, കസ്റ്റഡിയിൽ എടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് റെക്കോർഡ് ചെയ്യണം, കോടതി ആരാക്കണം, UAP അനുസരിച്ച് കേസെടുക്കണം. അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം അവരെ കണ്ടാൽ വെടിവെച്ച് കൊല്ലാൻ UAP ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിനകത്ത് അങ്ങനെ ഒരു വകുപ്പില്ല. ഇവരെ കാണുന്നിടത്ത് വെച്ച് വെടിവെച്ച് കൊല്ലാമെന്ന് അങ്ങനെ ഇല്ല. അവരെ പേര് കേസെടുക്കാം, ജാമ്യമില്ല, കുറ്റമാണ്. ജാമ്യമൊന്നും കിട്ടത്തില്ല, അകത്ത് കിടക്കണം. അവർ കിടന്നോട്ടെ, അവർക്ക് എവിടെയെങ്കിലും ആഹാരം കിട്ടുമല്ലോ. പാവങ്ങളല്ലേ, ഒന്നുമില്ലാത്തവർ. അതിന് പകരം ഇപ്പോൾ അതിന് കാശ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇവരെയൊക്കെ കൊല്ലാൻ പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമുഖ്യമന്ത്രി. എന്തിടതുപക്ഷം? നിങ്ങളൊക്കെ മനുഷ്യരാണോ? ചിന്തിക്കണം.